ഈശ്വരകൃഷ്ണന്റെ ഇന്റർപ്രിട്ടേഷനിലാണ് സാങ്കേതിക കിടക്കുന്നത്. എന്നുവെച്ചാൽ ഒറിജിനൽ സാങ്കേതിക ഇല്ല, എന്താണെന്ന് അറിവുള്ളത്. ഒറിജിനൽ സാങ്കേതിക ടെക്സ്റ്റ് ഇല്ല. അതിൻ്റെ ഈശ്വരകൃഷ്ണന്റെ ഈ കമന്ററി അത് ഒരുപാട് സെഞ്ചുറിക്ക് ശേഷം വന്നതാണ്. 4-ാം ശതകത്തിൽ ആണ് ഈശ്വരകൃഷ്ണന്റെ കമന്ററി വരുന്നത്. സാങ്കേതികം ഉണ്ടായത് 2500 വർഷത്തിന് മുമ്പാണ്. ഇദ്ദേഹത്തിൻ്റെ കമന്ററി അല്ല അന്നും ഉണ്ടായിരുന്നിരിക്കും, പിന്നെ ആവശ്യമില്ല. അന്ന് കാണാൻ ഇപ്പം എത്ര വർഷം പോയില്ല, ഏതാണ്ട് ഒരുപാട് വർഷം, 2000 ആയില്ലേ, 1600 വർഷങ്ങൾ കടന്നു. അപ്പം അന്ന് ഇത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നിരിക്കും, സാഖ്യ അന്ന് പ്രചാരത്തിൽ ഉണ്ടായിരുന്നിരിക്കും. അതെങ്ങനെയൊക്കെ പോണതാണ്. ഇതൊക്കെ ഈ ഓലയിൽ അതിലൊക്കെ മറ്റേ ഊർജ്ജവൃക്ഷത്തിൻ്റെ ഇലയിലൊക്കെ എഴുതി വയ്ക്കും, പാർക്കിലൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെ പോയതാണ്. അപ്പോൾ ഈശ്വരകൃഷ്ണൻ്റെ കമന്ററിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കമന്ററിക്കകത്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ചില പൊരുത്തക്കേടുകൾ കാണുന്നു. എനിക്കതൊന്ന് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് എനിക്കൊന്നും പറ്റത്തില്ല. പൊരുത്തക്കേട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം പുരുഷൻ എന്ന പ്രകൃതി എന്നും പറഞ്ഞ് 2 കോൺസെപ്റ്റുകൾ സാഖ്യം. പുരുഷൻ വിറ്റ്നസ് ആണെന്ന് പറയുന്നു, ഈശ്വരൻ പറയുന്നു. സാക്ഷിയായിട്ട് അങ്ങനെ ഇരിക്കും, അതാണ് പുരുഷൻ. പ്രകൃതി എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. മഹത്തത്വം എന്ന് അഹന്തത്വം എന്ന് പറയുന്നത് 2 പ്രിൻസിപ്പിളായിരിക്കും. മഹത്തത്വം, അഹന്തത്വം. ഒന്ന് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, അതാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നതാണ്. ഈ 3 ക്വാളിറ്റി, അതാണ് ഇതിൻ്റെ റൂട്ട്. അതുകൊണ്ട് മഹത്തത്വം എന്ന് പറയുന്നത്. മറ്റത് അഹങ്കാരം എന്ന് പറയുന്ന. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ കമന്ററിക്കകത്ത്. എന്നിട്ട് പ്രകൃതിയായി നിൽക്കുന്നു, പുരുഷനായി നിൽക്കുന്നു. പുരുഷൻ വിറ്റ്നസ്സായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാഴ്ച എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ വിറ്റ്നസ് അല്ലേ, അത് ഇടപെടില്ലല്ലോ അല്ലേ. വിറ്റ്നസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇടപെടുന്ന ആളായി. എന്നാൽ സാങ്കേതിക ഈശ്വരകൃഷ്ണൻ്റെ ഇതാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു ഇവർ തമ്മിലുള്ള ഒരു സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയും. ആ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ് പോകത്തില്ലേ അല്ലേ. വിറ്റ്നസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവർ തമ്മിലൊരു സപ്പോർട്ടിങ്, അതാണ് ടീച്ചർ പറഞ്ഞത്. ഒരാൾ കുരുടനും മറ്റേ മുഖത്തിനും കൂടെ പോകുന്ന കാര്യം പറഞ്ഞില്ല, അത് അദ്ദേഹത്തിൻ്റെ കമന്ററിയിൽ ഉള്ളതാണ്. അപ്പം ഇവർ തമ്മിൽ സപ്പോർട്ട് ചെയ്താണ് ക്രിയേഷനിൽ വന്നത്, ക്രിയേഷൻ ഉണ്ടായത്. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് ക്വാളിറ്റിയിൽ, ഈ പ്രകൃതിയുടെ ക്വാളിറ്റിയിൽ ഒരു ഇംബാലൻസ് എങ്ങനെ വന്നു. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ക്രിയേഷൻ സംഭവിച്ചത്. അത് പ്രകൃതിയിൽ സംഭവിച്ച കാര്യമാണ്. മറ്റേതിന് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അത് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ആ വാക്ക് ഉപയോഗിക്കുന്നത് ഇതാണ്. കമന്ററിയിൽ വന്നതാണോ സാഖ്യ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് അറിയില്ല. കമന്ററിയേ ഉള്ളൂ, മനസ്സിലായില്ലേ. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് അയാൾ ഇടപെടുന്നില്ല എന്ന് അതും പറയുന്നു, ഇടപെടുന്നില്ല. പക്ഷേ ഇവർ തമ്മിൽ എന്തോ ഒരു മാധവം പോലെ ഉണ്ട്. കൂടുതലും കാൽവയാത്രനും കൂടെ വഴികെട്ടി പിടിച്ച് പോകുന്നത് പോലെ ഒരു റിലേഷൻഷിപ്പാണ് ഇത് തമ്മിലുള്ളത്. വിറ്റ്നസ് എന്ന റിലേഷൻഷിപ്പില്ല ഞാൻ ചിന്തിക്കുന്നു. അപ്പം അതുകൊണ്ട് സാഖ്യയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ടീച്ചിങ് ഞാനത് പറയത്തില്ല. പക്ഷേ ഇതിപ്പോൾ സാഖ്യ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈശ്വരകൃഷ്ണനെ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കമന്ററിയേ ഉള്ളൂ. ഇത് എൻ്റെ ഊഹമാണ്. ഇങ്ങനെ പറഞ്ഞാൽ അയാൾ സപ്പോർട്ട് ചെയ്യാനൊന്നും വിലളിമ കണ്ടുകൊണ്ടിരിക്കുന്ന അത് ഞാൻ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സാഖ്യ പറയുമ്പോൾ ഈ ആ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഒറിജിനൽ ടെക്സ്റ്റ് ഇല്ലാത്തിടത്തോളം ആദ്യത്തെ കമന്ററി തന്നെയാണ് ഒറിജിനൽ ടെക്സ്റ്റ് അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ആ ഒറിജിനൽ ടെക്സ്റ്റായിട്ടാണ് ഈശ്വരകൃഷ്ണൻ്റെ ബുക്ക് ഇരിക്കുന്നത്.
അപ്പം അതുകൊണ്ട് ടീച്ചർ പറഞ്ഞ പോലെ പറയാൻ പറ്റൂ. പക്ഷേ എനിക്ക് പർപ്പസ് വേറെ ഉണ്ട്. എൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് അവസാനം അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയും പ്രകൃതിയെ മനസ്സിലായി റിസോൾവ് ചെയ്യാനായിട്ട് പുരുഷൻ സഹായിച്ചു എന്നാണ് ഈ കമൻട്രി പോകുന്നത്. ഫിറ്റ്നസ്സായി നിൽക്കുമ്പോൾ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അങ്ങനെ ആണല്ലോ. അപ്പം അതുകൊണ്ട് ഒറിജിനൽ ടെസ്റ്റിൽ എങ്ങനെയാണെന്ന് അറിയും. ഇദ്ദേഹത്തിൻ്റെ കമൻട്രി ഒറിജിനൽ കിട്ടിയത് അത് വെച്ചിട്ടായിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരകൃഷ്ണന് മാത്രമേ ഉള്ള അതോറിറ്റി ആയിട്ട് പിടിക്കുന്നത്. മനസ്സിലായില്ല, അത് അങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം നമ്മൾ 2000 വർഷങ്ങൾക്ക് ശേഷം ഇരുന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കാൻ നമുക്ക് ഈ ഫൈനൽ സാധനത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പാത്തിലാണല്ലോ യോഗ ഫിലോസഫി കിടക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വിറ്റ്നസ്സായിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അതൊന്നും ചെയ്യുന്നില്ല, മറ്റേതങ്ങ് സെറ്റിൽ ചെയ്യുമ്പോൾ ഇതങ്ങ് ഇതാണ്. അപ്പോൾ ഈ പിന്നെ വേറെ കാര്യം, ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പുരുഷനില്ലാതെ പ്രകൃതിയില്ല എന്നുള്ളത് കൊണ്ട് അവർ തമ്മിൽ ഒരു സാധനമുണ്ട്. എന്നാൽ ഇത് വിറ്റ്നസ്സാണ്, ഒന്നും ചെയ്യുന്നുമില്ല. ഇങ്ങനൊരു കൺഫ്യൂഷനാണ്. അപ്പം അതുകൊണ്ട് ഞാനെടുത്ത സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുരുഷൻ ഇൻവോൾവ് ചെയ്യുന്നില്ല, പുരുഷൻ വിറ്റ്നസ്സായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നടന്നതെല്ലാം പ്രകൃതിയിലാണ്, പ്രകൃതി സുവമോട്ടം ഉണ്ടാക്കിയതാണ്. അത് അതിനകത്ത് നടന്ന ഒരു ഇംബാലൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചതാണ് എന്നാണ്. അപ്പം അങ്ങനെ ഇതിനെ മൊത്തത്തിൽ ഇത് കോൺട്രഡിക്റ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സംസ്കൃതം കൂടെ അറിയാം. അതുകൊണ്ട് സുഖാനം കൂടെ പിടിച്ചാൽ പരിപാടി ചിലപ്പോൾ ചെയ്ത് വയ്ക്കാൻ പറ്റുമൊരു ഭാഷ്യം. അപ്പോൾ ഞാൻ അതിലോട്ട് കടക്കാതെ ഞാനിത് പറയുന്നു. അപ്പം അതിനകത്ത് ഈ സംഖ്യ നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഈ മഹത്വത്വം അഹന്തത്വം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ. നമുക്ക് മിനിമം എലമെൻറ്റ്, സെൻസ് ഓർഗൻ, വർക്ക് ഓർഗൻ, സബ്റ്റിൽ മൊണാഡ്സ്, പിന്നെ 5 എലമെൻസും കൂടെ ആയപ്പോൾ 20ആയി. പിന്നെ ഇതാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറഞ്ഞാൽ 3 അതും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് 23 പ്രിൻസിപ്പിളായി. പിന്നെ ഒരു പ്രിൻസിപ്പിൾ പ്രകൃതി, മറ്റേ പ്രിൻസിപ്പിൾ പുരുഷൻ, അങ്ങനെ 25. അത് ഇങ്ങനെ നമ്പർ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അത് അറിഞ്ഞു.